ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കുന്നത് വെച്ചാൽ തമിഴ്നാട് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കേരള ബിരിയാണി അല്ലേ കുറേ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് തമിഴ്നാട് ബിരിയാണി കഴിച്ചാലോ? അപ്പോൾ അതിനെന്തൊക്കെ വേണ്ടത് നമുക്ക് നോക്കാം. വരും ഉണ്ടാക്കുന്നത് മല്ലിച്ചപ്പ്, പുതിന, പച്ചമുളക്, ഒരു നാരങ്ങ, പിന്നെ ആവശ്യത്തിനുള്ള തൈര്, പിന്നെ നെയ്യ്, പിന്നെ ഇതാ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, വലിയ ഉള്ളി, ഇതാക്കണം അരി, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായി, ഇതാ മസാലപ്പൊടി അവിടെ ഉണ്ട്, എണ്ണ, ഓയിൽ, വെളിച്ചെണ്ണ, ചിക്കന്. ഇനി നമുക്ക് ഉണ്ടാക്കിയാലോ? അപ്പോൾ ഇതാ നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് ഇതാ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കണം. അത് നോക്കിയിട്ട് ഞാൻ പറയട്ടെ എങ്ങനെയുണ്ടെന്ന്. നമുക്ക് ചോറ് വിളമ്പന്നാൽ ഇതാ കണ്ടില്ലേ, കുക്കറിലാണ് വെച്ചിരിക്കുന്നത്. വേവ് ഏറിയിട്ടൊന്നുമില്ല, പാകത്ത് വേഗമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. കണ്ടില്ലേ, ഇത് ഞാനൊരു ദിവസമേ ഉണ്ടാക്കണത് ഇടുന്നുണ്ട് കേട്ടോ നമ്മളെ ചാനലിൽ. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരുന്നത്. രസം ചോറ് ഇട്ട് വിളമ്പിയിട്ട് ചോറ് വിളമ്പി കേക്ക് ഗ്രേവി കേട്ടോ, ഗ്രേവി ചാറ് ഒഴിച്ച് ഇട്ട് ഇനി തൈര് ചട്നി ഇട്ടുകൊണ്ട് നമുക്ക് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്ന് പറയാം. നല്ല വാസന ഉണ്ട് കേട്ടോ, നല്ല മണമുണ്ട്, നല്ല വാസന. ഇവിടെ ബിരിയാണി ഒക്കെ ഉണ്ടെങ്കിൽ റോട്ട് കടിച്ചു വാസന, അങ്ങനെ ഉണ്ട്. ഒന്ന് കഴിച്ചു നോക്കിയാലോ? എന്താ ഇതാക്കും കേട്ടോ. ചിക്കനൊക്കെ നല്ല പാകത്തിലുള്ള വേവായിക്കണല്ലോ. കുക്കറിൽ വെച്ചെന്ന് എഴുതിയിട്ട് ഉടഞ്ഞിട്ടൊന്നുമില്ല. അരിയൊക്കെ ചോറൊക്കെ നോക്കാണി വേവ് ഏറിയിട്ടൊന്നുമില്ല. നമുക്ക് വെച്ചോട്ടോ. നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് ചോറ്, നല്ല ചൊയുണ്ട്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയാൻ കേട്ടോ. തമിഴ്നാട് ചോറിൻ്റെ അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട്. ഇനി കുറച്ച് കറി ഇട്ടിട്ട് എന്താ കറി ഒരു പീസ് വെച്ചിട്ട് അങ്ങനെ വച്ച് കുറച്ച് തൈരും വെച്ച് ഇത്തിരി പീസും വെച്ച് വെച്ചുകൊണ്ട് ആടി കണി വലിയ ഉള്ളായി. നല്ല ടേസ്റ്റ് ഉണ്ട് തിന്നാനും. ഞാൻ പറഞ്ഞുതരണ്ട് അതേപോലെ ഉണ്ടാക്കിയാണ്ടെന്ന് കഴിച്ചു കൊണ്ടിട്ടോ. റീസൈക്കിൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കോണ്ടേ, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളിവിടുത്തെ ചോറ് മസാല വേറെ ചോറ് വേറെ ഒക്കെ, ഇതങ്ങനെയല്ല. ഒക്കെ പാടൊപ്പിട്ടുങ്ങാണ്ട് എളുപ്പമുണ്ട് പണി. ഈ ബിരിയാണി ഉണ്ടാക്കാൻ ഒരു പണിയില്ല, വേഗമുണ്ട്. എനിക്ക് ഇവിടുത്തെ ബിരിയാണിക്കാണ് റിസ്ക് കൂടുതലായിരിക്കുന്നത് തോന്നിക്കുന്നത്. ഇത് ഈസി. അപ്പം എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വേറെ വീഡിയോ ആയിട്ട് വരും. ഇതിൻ്റെ റെസിപ്പിക്ക് ഞാൻ വേഗം വരാം.